സഹോദരങ്ങളെ, ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അല്പം നീണ്ടുപോയ സ്റ്റോറി ആയിപ്പോയി. ഇപ്പം ഞാൻ ഈ ബെയിലി ബ്രിഡ്ജ് അത് നാളത്തോടു കൂടിയിട്ട് പ്രവർത്തനക്ഷമമാകുന്ന രീതിയിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞ 3 ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഈ ബ്രിഡ്ജിങ് എക്യുപ്മെന്റ്സ് എല്ലാം അത്യാവശ്യം ബാംഗ്ലൂരിൽ നിന്നുള്ളത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടേക്ക്, സംഭവ സ്ഥലത്തേക്ക് ബൈ റോഡ്. അതേപോലെ തന്നെ ദില്ലിയിൽ നിന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജിങ് എക്യുപ്മെന്റ്സ്, ഈ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ, അത് ഈ ഇങ്ങോട്ട് കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അത് 20 ട്രക്കിലാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്നുള്ളത് 17 ട്രക്കിലാണ് വരുന്നത്. അപ്പോൾ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള സംവിധാനങ്ങളായിട്ടാണ് വരുന്നത്. അത്രയും വലിയ സംവിധാനങ്ങളുണ്ട്, അത്രയും വലിയ മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊരു പോർട്ടബിൾ ബ്രിഡ്ജാണ്. ഇതിന്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ്, കാരണം ഇവാക്വേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇവാക്വേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് യമനിലെ ദൗത്യമായിരുന്നു. യമനിലെ ഹൂതികളുടെ ആഭ്യന്തര സംഘർഷം, ഔദ്യോഗികമായിട്ടുള്ള യമൻ സർക്കാരുമായിട്ടുള്ള ഹൂതികളുടെ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സമയത്ത് അവിടെ കുടുങ്ങിക്കിടന്ന ആൾക്കാരെ, ബംഗ്ലാദേശികളെയും നമ്മുടെ ശത്രു രാജ്യം എന്ന രീതിയിൽ കാണുന്ന പാകിസ്ഥാനികളെയും വരെ നമ്മളെ ഷിപ്പിലാണ് രക്ഷിച്ചു കൊണ്ടത്, അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. സുഷമ സ്വരാജാണെന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി. വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന VK സിംഗ് പഴയ ആർമി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ബൈ ഷിപ്പാണ് ആൾക്കാരെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തത്. ഉക്രൈനിൽ നമ്മുടെ ചില കുഞ്ഞുങ്ങൾ മരിച്ചുപോയെങ്കിലും അവിടെ 25,000 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ജീവൻ രക്ഷപ്പെടാതെ പോളണ്ട് വഴിയും റുമേനിയ വഴിയും നമ്മൾ ഇവാക്യുവേഷൻ നടത്തി നമ്മൾ അവരെല്ലാം രക്ഷപ്പെടുത്തിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ ഇന്ത്യ നടത്തിയുള്ള ഇവാക്യുവേഷൻ പ്രവർത്തനം ലോകത്ത് ഒരു രാജ്യത്തും നടത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ ഒരു വികസിത രാജ്യമല്ല, വികസിത രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ. എക്കണോമിക് ടൈംസ് ഉൾപ്പെടെ, ലണ്ടൻ എക്കണോമിക് ടൈംസ് ഉൾപ്പെടെ ആ രീതിയിലാണ് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. ആ രീതിയിൽ ലോകത്തിന് മുമ്പിൽ അത്ഭുതമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇവാക്വേഷൻ വർക്കുകൾക്കകത്ത് ഏറ്റവും, ഞാൻ പറഞ്ഞില്ല, പാകിസ്ഥാനികളെ രക്ഷിക്കാൻ, സ്വന്തം പാകിസ്ഥാനികളെ രക്ഷിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല, സ്വന്തം ബംഗ്ലാദേശികളെ രക്ഷിക്കാൻ ബംഗ്ലാദേശികൾക്ക് കഴിഞ്ഞില്ല, ബംഗ്ലാദേശ് സർക്കാരിന് കഴിഞ്ഞില്ല. ഇന്ത്യയുടെ കപ്പലിലാണ് അവരെല്ലാം രക്ഷിച്ചുകൊണ്ടേത്. ആ സമയത്ത് സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രിയായിരിക്കുമ്പോൾ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള മറ്റുള്ള അടിയന്തര വൈദ്യ സേവനത്തിന് വേണ്ടിയിട്ട് അവിടെ ഫെസിലിറ്റീസ് ഇല്ല. അവർക്ക് ഇന്ത്യയിലേക്ക് വരണം, എയിംസിലേക്ക് വരണം, AIIMSലേക്ക് വരണം. അങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അടിയന്തര വിസയ്ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ട്വീറ്റ് ചെയ്യുമ്പോൾ വരെ സുഷമ സ്വരാജ് മനോഹരമായിട്ട് മറുപടി കൊടുത്തിരുന്ന. ഇതൊക്കെ പറയുമ്പോൾ എന്നെ സംഖ്യയാക്കാനോ ബാക്കിയുള്ളവർ വരുന്ന ആൾക്കാരൊന്നും എനിക്കൊരു മൈൻഡും ഇല്ല. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ജീവിതത്തിൽ എന്തായാലും സംഖ്യാവാനും തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പൊട്ടക്കമ്മിയാവാനും തീരുമാനിച്ചിട്ടില്ല. പണ്ട് കമ്മിയായിരുന്നു. കൊങ്ങിയാവാനും തീരുമാനിച്ചിട്ടില്ല, മൂരിയാവാനും തീരുമാനിച്ചിട്ടില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് എന്റെ നാളെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്തില്ലാന്ന് വരും, ചെയ്തു വരും. ഇപ്പൊ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് കേരളത്തിലെ ഒരു പാർട്ടിക്കകത്ത് ചേരാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ഇത് പോർട്ടബിൾ ആണ്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഈ ചില സാധനങ്ങൾ, ഈ എക്യുപ്മെന്റ്സ് ഒരുമിച്ച് ഹ്യൂജ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് അടിച്ചെടുക്കാവുന്നതാണ്. ഇത് ഈ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജിന്റെ ഓരോ പാർട്സും തമ്മിൽ 6 ഫീറ്റിൽ അങ്ങോട്ടും 6 ഫീറ്റ് ഇങ്ങോട്ടും ബോൾട്ടിടാം. അപ്പൊ ഇതെന്ന് വെച്ചാൽ 1 ഫീറ്റോ 2 ഫീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ബെൻഡായിട്ട് വെയിറ്റ് വരുമ്പം താഴത്തേക്ക് പൊട്ടിപ്പോകാനോ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് 6 ഫീറ്റാണ് അതിന്റെ ആ രീതിയിലുള്ള സംവിധാനം എന്ന് പറയുന്നത്. 6 ഫീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് ഇരിക്കുന്ന സാധനമാണ്. സിവിൽ എഞ്ചിനീയറിംഗിലെ അതിവൈദഗ്ധ്യമായിട്ടുള്ള സംഭവമാണത്. ഇത് ഈ ബ്രിഡ്ജിങ് എക്യുപ്മെന്റ് മുഴുവൻ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക വയനാട്ടിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, എയർ സർവീസ് വഴി, ഏവിയേഷൻ വഴി ഇങ്ങോട്ട് കണ്ണൂരിലേക്ക്, ഡൽഹിയിൽ നിന്നുള്ള സാധനങ്ങൾ എത്തി, പാർട്സ് എത്തി. ബാംഗ്ലൂരിൽ നിന്ന് ബൈ റോഡ് വഴി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് നമുക്കറിയാലോ, ഗുണ്ടൽപേട്ട്, മൈസൂര്, ഗുണ്ടൽപേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വയനാട്ടിലേക്ക് വരാൻ എളുപ്പമാണ്. അതുവഴി എത്തിക്കൊണ്ടിരിക്കുക. ഇത് ഈ അവിടെയാണ് നമ്മളെ മലയാളികൾ, വിവരമില്ലാത്ത ഊളകളെന്നേ അവരെ പറയാൻ പറ്റുള്ളൂ. അവർ കടന്നിട്ട് ചരച്ചുകൊണ്ടിരിക്കുക ഫേസ്ബുക്കിൽ. മറ്റേ ഷിരൂരിലും അങ്ങനെ തന്നെയായിരുന്നു. കലാസികളെ വിളിക്കും, ബേപ്പൂർ കലാസികളെ. ഏത് ഞമ്മന്റെ ആൾക്കാരാണേ, ഞമ്മന്റെ ആൾക്കാരെ വിളിക്കും. എന്തോ അലക്ക ചെയ്യുന്ന ആരാണ് ഇവര് വന്നിട്ട്. ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന അതിവിദഗ്ധനായിട്ടുള്ള കടലിലും പുഴയിലും ഒക്കെ പെട്ട ആയിരക്കണക്കിന് മനുഷ്യരെ രക്ഷിച്ചിട്ടുള്ള ആൾ അവിടെ ഡൈവ് ചെയ്തിട്ട് തോറ്റുപോയി. പ്രകൃതിയോട് മത്സരിക്കാനൊന്നും ഞമ്മന്റെ ആൾക്കാർക്കൊന്നും പറ്റൂല. ഞമ്മന്റെ ആൾക്കാർക്കാണെങ്കിലും ഇന്ത്യ ആൾക്കാർക്കാണെങ്കിലും മറ്റൊരു ആൾക്കാർക്കാണെങ്കിലും പറ്റൂല. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഏത് മറ്റോരാണെങ്കിലും
അത് നോക്കിക്കണ പണിയൊന്നുമല്ല പിന്നെ അള്ളാഹുവിനും ഈ യേശു ക്രിസ്തുവിനും ഈ ശ്രീരാമനൊന്നും. ഇവർക്ക് വേറെ പണിയുണ്ടെന്നേ. ഇവര് വൈകുന്നേരം ആകുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ എവിടെ വെള്ളടിക്കാൻ പോകുന്നുണ്ടാവും. ഓൽക്കിത് നോക്കിക്കണ പണിയല്ല നായ്ക്കൾ വന്ന് കാണവണ്ണം ചരച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, യഥാർത്ഥ ദൈവവിശ്വാസികൾ ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ദൈവങ്ങളെ ഞാൻ അപമാനിച്ചു എന്നുള്ളതിന്. പക്ഷെ ഇവന്മാരുടെ ഈ വർഗീയവാദികളുടെ വർത്തമാനം കേൾക്കുമ്പോൾ 4 വർത്തമാനം പറയാതിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഇവർക്ക് ഈ ഭൂകം ഉണ്ടാക്കായിരുന്നപ്പോരെ, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാക്കായിരുന്നപ്പോരെ, അഗ്നിപർവ്വതം പൊട്ടിക്കായിരുന്നപ്പോരെ, ഉരുൾപൊട്ടൽ ഉണ്ടാക്കായിരുന്നപ്പോരെ, മേഘസ്ഫോടനം ഉണ്ടാക്കായിരുന്നപ്പോരെ. ഞാൻ ദൈവവിശ്വാസികളെ പ്രാർത്ഥിക്കാറുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ എന്റെ ദൈവവിശ്വാസം കുറച്ചുകൂടി യുക്തിഭദ്രമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. ദൈവത്തോട് കലഹിക്കാനുള്ള അവസരം ബാക്കി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കുറെ പിന്നെ വൃത്തികെട്ടവന്മാര് ഈ ദുരന്ത സമയത്തും കടന്നിട്ട് മതം വെക്കുക, രാഷ്ട്രീയം വെക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് രാഷ്ട്രീയം വെക്കുന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ പറയാം. ഡിവൈഎഫ്ഐക്കാരെ യൂണിഫോമിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത സ്റ്റോറിയിൽ പറയാം, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ. ഇത് ഈ കലാസികൾ പോയി കഴിഞ്ഞാൽ വെയിറ്റുള്ള സാധനങ്ങൾ വരെ അവർ മറിച്ചിടും. പണ്ട് ഈ എക്യുപ്മെന്റ്സ് ഇല്ലാത്ത കാലത്ത് ഇപ്പൊ ക്രെയിനിനെ കൊണ്ട് പിടിച്ച് പൊക്കിയെടുക്കാൻ പറ്റുന്ന മാതിരി അവരെ കൊണ്ട് പറ്റില്ല. പണ്ട് കാലത്ത് സംവിധാനമില്ല, ടെക്നോളജി ഇല്ല. പണ്ട് കാലത്ത് തെങ്ങിൽ ആരെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ കയറി പിടിക്കണം. ഇപ്പൊ അതേസമയം തെങ്ങിൽ കയറാൻ മെഷീൻ ഉണ്ട്. പണ്ട് കാലത്ത് പാടത്ത് ഞാറ് നടാൻ ആൾക്കാർ വന്നിട്ട് ഞാറ് കടണം, കൊയ്യണമെങ്കിൽ ആൾക്കാർ വന്നിട്ട് കൊയ്യണം. ഇപ്പൊ കൊയ്യാൻ മെഷീൻ ഉണ്ട്. ബാക്കിയുള്ള ഈ എക്യുപ്മെന്റ്സ്, ടെക്നോളജി വളർന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ആലോചിക്കാതെ ഏതോ പ്രാകൃതമായ ലോകത്ത് 6ാം നൂറ്റാണ്ടിൽ കിടന്നിട്ട് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഞാൻ പറഞ്ഞില്ല, മത്സ്യം പിടിക്കാൻ വരെ സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. ഇനി ഓക്കെ, ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. ഈ ബെയിലി പാലത്തിലേക്ക് തിരിച്ചു വരാം. ബെയിലി പാലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ബെയിലി പാലത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ആബിദ് അടിവാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ചില സാധനങ്ങളൊക്കെ പിന്നെ ഇതിനകത്ത് പിന്നെ എനിക്ക് ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു. അദ്ദേഹത്തിന്റെ എന്റെയും പൊതു സുഹൃത്തുക്കൾ കോഴിക്കോടുള്ള അൻവർ എന്ന് പറയും. അൻവർ വളരെ നല്ല ചെറുപ്പക്കാരനാണ്. പിന്നെ എന്നെ നിരന്തരമായിട്ട് വിളിക്കുന്ന ആളാണ്, എന്റെ ഒരു പ്രേക്ഷകരാണ്. അൻവർ കുറെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന് തോട്ടമേഖലയാണ്, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. തോട്ടമേഖലയാണ്. പിന്നെ ബ്രിട്ടീഷുകാര് ഈ എന്റെ കാലത്ത് മനുഷ്യൻ അന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് പിന്നെ ഹാരിസൺ മലയാളത്തിന്റെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത്. ഡീറ്റെയിൽസ് എല്ലാം ഈ ആബിദ് അടിവാരം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആബിദ് അടിവാരത്തിനെ ഇതുവരെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം വെച്ചാൽ ഈ പോസ്റ്റുകൾ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടാണ് അവൻ എഴുതിയിട്ടുള്ളത്. എനിക്ക് അവന്റെ നാളെ ഒരിക്കൽ അവൻ എന്തെങ്കിലും ഫ്രോഡ് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്. കാരണം എനിക്ക് ആബിദ് അടിവാരായിട്ട് യാതൊരു ബന്ധവുമില്ല. ആബിദ് അടിവാരത്തിന്റെ എന്റെ പൊതു സുഹൃത്തായിട്ടുള്ള അൻവറാണ് എനിക്കിത് അയച്ചു തന്നത്. ഒരുപാട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വളരെ കൃത്യമായിട്ടും ഈ ഇതിനകത്ത് ചെയ്തിട്ടുള്ള വൃത്തികേടുകളെ കുറിച്ചും ഇതിനകത്ത് ശരികേടുകളെ കുറിച്ചും ഒക്കെയുള്ള നിരന്തരമായിട്ടുള്ള പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റുകളെല്ലാം എനിക്ക് ഈ അക്കാദമിക്സ്റ്റുകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ആബിദ് അടിവാരത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് വളരെ മാന്യമാണ്. എന്നെക്കാൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. എനിക്ക് പിന്നെ എന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പച്ചത്തെറി വരെ പറയും. അടുത്തത് എന്താണ് ബേലിപ്പാലം എന്നുള്ളതാണ്. ബേലിപ്പാലത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടിന്റെ ചരിത്രം എന്നൊക്കെ പറയാം. ഇത് പിന്നെ വളരെ ചെരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ്. എമർജൻസി പർപ്പസിൽ ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന്, കാരണം ഞാൻ പറഞ്ഞില്ല, പോർട്ടബിൾ ആണ്. പെട്ടെന്ന് വന്നു സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഇതിന്റെ ഇത് ഹാമിൽട്ടൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനമാണ് ആദ്യമായിട്ട് ഇവർ പഠിത്തത്. അതിന്റെ തുടക്കമായിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഡിസെൻഡന്റ് മേബി ലോജിസ്റ്റിക് സപ്പോർട്ട് ബ്രിഡ്ജ്, മീഡിയം ബ്രിഡ്ജ്. ഓക്കെ, അത് അവരുടെ ഇതിന്റെ യാത്രാകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതാ. കാരീസ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പെഡസ്ട്രിയൻസ്, റോഡ് വെഹിക്കിൾസ്, റെയിൽ വെഹിക്കിൾസ്. കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റും. സാധാരണഗതിയിലുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ട്. റെയിൽ വെഹിക്കിൾസിനും സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം റെയിൽ വെഹിക്കിൾസ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, കാരണം ഫസ്റ്റ് പോകി കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് പോകി കഴിയുമ്പോൾ തന്നെ പാലം കഴിയും. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് ചെറിയ കുഞ്ഞു സപ്പോർട്ട് മതി. അതേസമയം ഒരു ഹെവി ട്രക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം ഇടിഞ്ഞു വീഴും. മറ്റേത് കാരണം വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും നീളത്തിൽ കിടക്കുക സാധനം, അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇതിലൂടെ തട്ടുന്നുള്ളൂ. അപ്പൊ ഈ നമ്മൾ ഗ്രാവിറ്റേഷൻ തിയറിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആലോചിച്ചാൽ മതി അതിനെക്കുറിച്ച്, ഭൂഗുരുത്താകർഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ഈ ഭൂഗുരുത്തം എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്തമായിട്ട് കരുതരുത്, കുരുത്തം എന്ന് പറഞ്ഞാൽ ചിന്തിക്കരുത്. അങ്ങനെയുണ്ട് ഈ വിവരമില്ലാത്ത സുഡാപ്പികളും കമ്മികളും കരുതും കുരുത്തമാണെന്ന് കരുതും. അപ്പോൾ ഭൂഗുരുത്വാകർഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അതിനകത്ത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇടയ്ക്ക് നിൽക്കുന്ന സ്ഥലം കുറച്ച്
പിന്നെ ആ വെയിറ്റ് അവിടെ വല്ലാതെ പിന്നെ ബാധിക്കാത്ത രീതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും അത് താങ്ങിക്കൊണ്ടിരിക്കും, ഭൂമിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത്. ഓക്കെ. സ്പാൻ റേഞ്ച് ഷോർട്ട്, മെറ്റീരിയൽ ടിമ്പർ, സ്റ്റീൽ, ഇത് രണ്ടുമാണ് അതിന് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം പിന്നെ ഗാൽവനൈസ്ഡ് അയൺ ഉൾപ്പെടെയുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി, ഞാനൊരു വിശദാംശങ്ങളിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻ ഇന്ത്യ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷമുള്ള റാന്നി പാലം തകർന്നപ്പോൾ ആണ് സൈന്യം ഈ സാധനം അവിടെ പിന്നെ നിർമ്മിക്കുന്നത്. 2 മാസം ഈ പാലത്തിലൂടെയാണ് വാഹനങ്ങളെല്ലാം കടന്നുകൊണ്ടുപോയിരുന്നത്. സൈനിക ആവശ്യത്തിന് വേണ്ടി ഈ പാലം നിർമ്മിച്ചത് ആദ്യമായിട്ട് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ആണിത് നിർമ്മിച്ചത്. അന്ന് 30 മീറ്റർ, അതായത് 98 അടി പിന്നെ നീളമുണ്ടായിരുന്നു. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 5602 മീറ്റർ ഉയരത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതും കൂടി ആലോചിക്കണം. അപ്പോൾ ഈ ഭൂഗുരുത്വാകർഷണം എന്ന് പറയുമ്പോൾ പീക്കിൽ നിൽക്കുക സാധാരണ ഭൂമി മനുഷ്യനാണ്ട് വീണ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് 18ാം നിലയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ 18 നിലയിൽ പിന്നെ പാർക്കിംഗ് ഉണ്ട്, അതേപോലെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. അപ്പോൾ 20 നിലയായി. ഞാൻ ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ വീഴുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡ്, കൂടുതൽ അപകടകരമായിട്ട് അവിടെ നിന്ന് വീണാലുണ്ടാവും. കാരണം പിടിച്ചു വലിച്ചെടുക്കുക അത്ര കണ്ട്. കാരണം അത്രയും സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്തോറും ഇത് കൂടും. അതേസമയം ഒരു പരിധി കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ, ഈ ഒരു 10,000 അടിക്കൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ ഈ സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഗുണമാണ്. അവിടെ നിന്ന് ആരെങ്കിലും ഈ റോക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആടിക്കഴിഞ്ഞാൽ ഇവൻ താഴത്തേക്ക് വീഴില്ല. ഈ ഭൂഗുരുത്വാകർഷണം അവർക്ക് ബാധകാവില്ല. ഗ്രാവിറ്റേഷണൽ തിയറി അവിടെ ബാധകാവില്ല. ഇവരെന്ന് വെച്ചാൽ ഈ ഫിസിക്സ് പറയുന്ന അങ്ങനെ തന്നെയാണ്. വെച്ചാൽ ഓൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചാടി കളിക്കാം, നടക്കാം, ഒക്കെ ചെയ്യാം. അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എവിടെയും കാളുറപ്പിക്കാൻ പറ്റില്ല, എവിടെയും ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മരിക്കണം വരെ അതിനകത്ത് ഇങ്ങനെ ഊഞ്ഞാലടി പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കാറ്റിന്റെ ഇതിനൊക്കെ അനുസരിച്ച്. ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത്. ഈ സാധനത്തിന്റെ തുടക്കം 1942 ബെയ്ലി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിക്കുന്നത്. ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലി ആണ് 2ാം ലോകമഹായുദ്ധകാലത്ത് 1942 ഈ പാലം ഉണ്ടാക്കിയത്. ഉത്തര ആഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഇത് നിർമ്മിച്ചിട്ടുള്ളത് 1942. അപ്പം 42 പ്ലസ് 58 അപ്പോൾ 2000 ആവും. 58 പ്ലസ് 2024, 58 പ്ലസ് 24 78, 82 വർഷമായി. 82 വർഷം മുമ്പുള്ള ടെക്നോളജിയാണത് ബെയ്ലി പാലം. ഈ ഡൊണാൾഡ് ബെയ്ലിന്റെ പേരിന്റെ ഭാഗമായിട്ടാണ് ബെയ്ലി ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ഉണ്ട്. അവർ പിന്നെ ആൾക്കാരെ ഹോണർ ചെയ്യും, ഇത് കണ്ടുപിടിച്ചവർക്ക് ക്രെഡിറ്റ് കൊടുക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ത് ടെക്നോളജി ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാലും ഓന്റെ പേരിലല്ല അറിയപ്പെടുക. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു, പിന്നെ മൻമോഹൻ സിംഗിന്റെ പേരൊന്നും വരില്ല, സോണിയാഗാന്ധിയുടെ പേര് വരും. പിന്നെ EMS, AKG, ഏത് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കും വരെ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ പേര്, പാണക്കാട് തങ്ങള്. ഞാൻ പറഞ്ഞ BJPക്കാരാണെങ്കിലും ലീഗുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും CPM-കാരാണെങ്കിലും എല്ലാവരും കണക്കാണെന്നതില് ക്രെഡിറ്റ് അവരിങ്ങനെ തട്ടിയെടുക്കും. കണ്ടുപിടിച്ചവന് വരെ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു അവസ്ഥയൊന്നുമല്ല. അവർ ഈ യൂറോപ്യൻസിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അമേരിക്കൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ അതിന്റെ ഹോണർ ബഹുമാനിക്കേണ്ട ആളുകളെ, ആദരിക്കേണ്ട ആളുകളെ കൃത്യമായിട്ട് ആദരിക്കും. അവരുടെ പേര് തന്നെയാണ് അത് എടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനിയിപ്പോൾ അതിന്റെ ബാക്കിയുള്ള വിശദാംശങ്ങൾ പറയാം. ബ്രിട്ടീഷുകാർ 2ാം ലോകമഹായുദ്ധ കാലത്താണ് ഇത് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണ് ഇത്തരം പാലങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അന്ന് തൊട്ട് ഈ 84 വർഷമായിട്ട്, ഞാൻ പറഞ്ഞില്ല 84 തെറ്റിപ്പോയാ, 42 പ്ലസ് 58, 58 പ്ലസ് 24, 58 പ്ലസ് 20, 78, 4, 82 വർഷമായി. 82 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. കണക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ജീവിതത്തിലെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയെങ്കിലും കണക്ക് കൂട്ടാൻ അറിയാം. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം, ലൈഫിലെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. ഓക്കെ. ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച്, ഇത് നിർമ്മിക്കാൻ പ്രത്യേകിച്ച് വേറെ എക്സ്റ്റേണൽ എക്യുപ്മെന്റ്സിന്റെ ആവശ്യമില്ല. ഭാരം കൂടിയ യന്ത്രങ്ങൾ വേണ്ട ഇത് കൂട്ടിച്ചേർക്കാൻ. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും ഒക്കെ ചെറുഭാഗങ്ങളായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് അസംബിൾ ചെയ്യാന്നുള്ള പണി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ചൈനയുടെയൊക്കെ ഫോണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്സ് ആയിട്ട് വരും. അത് ഇവിടുന്ന് ബാക്കിയുള്ളിടത്താണ് അസംബ്ലിംഗ് യൂണിറ്റ് ഉണ്ടാകുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ തന്നെ അവർ ഈ പിന്നെ എക്സ്പോർട്ട് ചെയ്യും.
അല്ലെങ്കിൽ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ നിന്ന് അസംബിൾ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, അങ്ങനത്തെ യൂണിറ്റുകളുണ്ട്. ഇത് ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു ഭാഗത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ മാനുവലായിട്ട് ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ആൾക്കാർ എടുത്ത് വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോകാൻ യന്ത്രങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ക്രെയിനിന്റെ ആവശ്യം വരുന്നില്ല. വലിയ ടാങ്കുകളെ വരെ, യുദ്ധമുഖത്ത് വലിയ ടാങ്കുകളെ വരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അടുത്ത സവിശേഷത. കാരണം ഇത് കുഞ്ഞു കുഞ്ഞു സാധനമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 6 ഫീറ്റ് അങ്ങോട്ട് 6 ഫീറ്റ് ഇങ്ങോട്ട് പിന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിലർക്ക് 3 ഫീറ്റ് അങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന അതിന് പറ്റിയ ഒരു കമ്പി മതി എന്നേ, ഈ സാധനം മതി. പിന്നെ ഇതിനകത്ത് പിന്നെ ഇത് ഉപയോഗിച്ച് ഒരു സെക്കൻഡ് വലിയ ടാങ്കുകൾ വരെ കൂടെ കൊണ്ടുപോകാം. സിവിൽ എഞ്ചിനീയറിംഗിൽ വളരെ കാര്യപ്രാപ്തിയുള്ള സാധനമാണ്. ഇതിനു വേണ്ടി ഇത് ലോകവ്യാപകമായി നിർമ്മാണ പ്രവർത്തന സമയം ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നു. വലിയ ട്രക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ട്രെയിൻ പോകുന്ന പോലെയല്ല. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങളുള്ള സാധനം. അത് ഫസ്റ്റ് പോയി അപ്പുറത്തേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പാലം നിൽക്കുന്ന സ്ഥലത്തേക്ക് വല്ലാതെ വെയിറ്റിന്റെ ഒരു ആഘാതം വരുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ വാല് വരുമ്പോഴേ ഉള്ളൂ, തല പോകുമ്പോഴും വാല് വരുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം. ഇതിന്റെ ചരിത്രം, ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയിലാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിച്ചത്. രണ്ടാം ലോകമഹായുദ്ധകാലത്തായിരുന്നു അദ്ദേഹം യുദ്ധത്തിന് സഹായമായി ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടന്റെ ടാങ്കുകൾക്ക് ദുർഘടമായ മലനിരകൾ കടന്നുപോകാൻ നിർമ്മിച്ചത്. ഒരു ഹോബി പോലെയാണ് പുള്ളിയെ നിർമ്മിച്ചത്. അതിലൊരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ കാണിക്കുകയും അതിൽ എന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. ആ ഉന്നത ഉദ്യോഗസ്ഥനെയാണ് ആദ്യം അംഗീകരിക്കേണ്ടത്. അല്ലെങ്കിൽ നീ ഇവിടെ അവിടെ നിന്ന് ഭ്രാന്ത് പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതുന്നുണ്ട്, അവനെ വേണമെങ്കിൽ പിന്നെ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്ത് വിടും, നമ്മളെ മലയാളികളാണെന്നുണ്ടെങ്കിൽ. ഇവനെന്തോ ഭ്രാന്ത് പറയുന്നു, ഇവനെ ഭ്രാന്തുള്ള ഇവനെ ഇതിനകത്ത് നിർത്താൻ പറ്റില്ല എന്നുണ്ട്. അതേസമയം ഈ തേന്മാൻകുന്നത്ത് സിനിമയ്ക്കകത്ത് ഉള്ള നെടുമുടി വേണുവിന്റെ കഥാപാത്രം പോലെ അപ്പക്കാള എന്ന് പറഞ്ഞ ശ്രീനിവാസന്റെ കഥാപാത്രം തമ്പ്ര, ഞാൻ എന്റെ ബുദ്ധിയിൽ തോന്നുന്ന ചെറിയൊരു കാര്യം പറയട്ടെ. കാർത്തുമ്പി എന്നാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ് ശോഭനയുടെ കഥാപാത്രം, മാണിക്കെന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രം. ഇവർ തമ്മിൽ പ്രണയത്തിലാണ്. പക്ഷേ നെടുമുടി വേണുവിന്റെ കഥാപാത്രത്തിന് ശോഭനയോട് പ്രണയമാണ്. അപ്പോൾ അത് കിട്ടാൻ പറ്റിങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പക്കാള എന്ന് പറയുന്ന ശ്രീനിവാസന്റെ കഥാപാത്രം തമ്പ്ര ചെറിയ ബുദ്ധി പറയട്ടെ, ഇത് ഇത്ര ചെറിയ ബുദ്ധിയല്ലോ എന്ന് പറയുന്നത്. അതേപോലെ ഇയാൾ ഈ സാധനം, ഈ ഒരു അദ്ദേഹത്തിന്റെ ഐഡിയ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സീനിയർ ഉദ്യോഗസ്ഥൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഉപയോഗക്ഷമത പിന്നെ പരിശോധിക്കാനുള്ള അനുമതി കൊടുത്തു. അങ്ങനെ മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ 1941 42 ചേരുകയും പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു. പലതരത്തിൽ ഇത് പരീക്ഷിച്ചു നോക്കി. താങ്ങുപാലം, ആർച്ച് പാലം, പരന്ന ട്രസ് പാലം, പല രീതിയിൽ പിന്നെ പരീക്ഷിച്ചു നോക്കി. അതേപോലെ തന്നെ ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണ് ഇത് ആദ്യം നിർമ്മിച്ചത്. അങ്ങനെ അതിന്റെ ബാക്കിയുള്ള ടെക്നിക്കൽ സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വായിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആരെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗിൽ വിദഗ്ധരായവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അനേക പരീക്ഷണത്തിലും നിർമ്മാണത്തിലും ഉപയോഗത്തിനു ശേഷം ഇത് കോർപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകപ്പെട്ടു. കോർപ്സ് ഓഫ് റോയൽ മിലിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK പിന്നെ അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം, UK ഔദ്യോഗിക പിന്നെ മിലിറ്ററി ഫോഴ്സിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്. ഉത്തരാഫ്രിക്കയിൽ ഇത് 1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിക്കപ്പെട്ടു. 1944 ആയപ്പോഴത്തേക്ക് ഇത് വ്യാപകമായി ലോകവ്യാപകമായിട്ട് നിർമ്മിക്കപ്പെട്ടു. US ഇതിന് അനുമതി കൊടുത്തു ഉണ്ടാക്കാൻ. അവർ പക്ഷെ അവരുടെ ഇതിന്റെ രൂപകൽപ്പനയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡിസൈനിങ് മാത്രം, ബേസിക് ടെക്നോളജി ഈ ബെയിലിന്റെയാണ്. അപ്പം ഇതാണ് ഈ ബെയിലി പാലം എന്ന് പറയുന്നത്. ആ സംഭവമാണ് നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ട് ഇവിടെ വയനാട്ടിൽ പരിപൂർണമായിട്ടും പ്രയോഗിക്കപ്പെടുന്നു കരുതുന്നു. അതായത് ഇന്ത്യൻ മിലിറ്ററി എല്ലാ രീതിയിലുമുള്ള സംവിധാനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ കലാസികളെ കൊണ്ടുപോകാം, മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുപോകാന്നൊക്കെ പറയുന്ന ഊളകളോട് വേറെ ഒന്നും പറയാനില്ല. നല്ല പിന്നെ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമസ്കാരം അവർക്ക്.